ബാങ്കിൽ പണയത്തിലായിരുന്ന സ്വർണമെടുത്തു മുങ്ങിയ കുന്നംകുളത്തുകാരൻ ആലത്തൂർ പോലീസിന്റെ പിടിയിൽ. മാങ്കാട് തേരുപറമ്പിൽ കുട്ടൻമകൻ 44-കാരൻ സുഭാഷ് കുമാറിനെയാണ് ആലുവയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ആലത്തൂർ ടൗൺ അനുഗ്രഹ നഗറിലെ ദീപ നാരായണന്റെ പരാതിയെ തുടർന്നാണ് അന്വേഷണം നടത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലത്തൂരിലെ 2 ബാങ്കുകളിലായാണ് ദീപ സ്വർണം പണയം വെച്ചത്. സ്വർണത്തിന് വില വർദ്ധിച്ചതോടെ ബാങ്കിലിരിക്കുന്ന സ്വർണമെടുത്ത് മറിച്ചുവെക്കാനും ബാക്കി സ്വർണം കൈവശം വെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പണയത്തിലിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാൻ ഇടനിലക്കാരനായ സുഭാഷ് കുമാറിന്റെ സഹായം തേടിയത്. സ്വർണം തിരിച്ചെടുക്കാൻ ലക്ഷങ്ങളുമായി പ്രതിയെത്തി. സ്വർണം കയ്യിൽ ലഭിച്ചതോടെ മറിച്ച് പണയപ്പെടുത്താൻ സമയമില്ലെന്നും അടുത്ത ദിവസം കാണാമെന്നും പറഞ്ഞ പ്രതി മുങ്ങിയതായാണ് പരാതി. 2024 ഫെബ്രുവരിയിലാണ് സംഭവം. ജില്ലാ പോലീസ് മേധാവിക്കും ആലത്തൂർ പോലീസിനും പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇൻസ്പെക്ടർ TN ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ വിവേക് നാരായണൻ, അഡീഷണൽ SI നൈറ്റ, CPOമാരായ ശിവരാമൻ, പ്രഭാകരൻ, പ്രദീപ്, ഇർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സുഭാഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. എൻ്റെ ഒരു സുഹൃത്ത്, ഹസ്ബൻഡിൻ്റെ സുഹൃത്ത് ഒരാളെ പരിചയപ്പെടുത്തി തന്നു. ഇങ്ങനെ സ്ഥലം മേടിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി തന്നു. ഈ സുഭാഷ് എന്ന് പറഞ്ഞ ആളെ. അപ്പോൾ എന്താ ഇതെന്ന് വെച്ചാൽ ഇയാൾ വന്നിട്ട് ഈ ഗോൾഡുകൾ ശരി ഞാൻ മാറ്റി വയ്ക്കാൻ ചേച്ചിനെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നത്. വന്നതിന് ശേഷം ഈ 2 ഭാഗത്തുനിന്നും ഗോൾഡ് എടുത്തതിന് ശേഷം ഞാനത് തിരിച്ച് നിങ്ങൾക്ക് ആ 18 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്ത് പറഞ്ഞു, ഇപ്പം എനിക്ക് സമയമില്ല ചേച്ചി, നാളെ ഞാൻ എനിക്ക് വെച്ചിട്ട് തന്നാൽ മതി പറഞ്ഞു. നമ്മളപ്പോൾ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, വീട്ടിൽ നിന്ന് തന്നെ ഇവർ വന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ സമയമില്ല ചേട്ടാ, എനിക്ക് നാളെ 11 മണിയാകുമ്പോഴേക്കും ബാങ്കിലേക്ക് എത്താം, എനിക്കപ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് പോയ പോക്കാണ്. പിന്നെ അവർ സ്ഥലത്തേ എത്തിക്കുന്നു. പിന്നെ പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് ഇവർ കുറേ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ തൃശ്ശൂർ ഭാഗത്തൊക്കെ നടത്തുന്നുണ്ടെന്നുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.